റബ്ബർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശമേത്? ഉത്തരം ഇടനാട്. ഇടനാടാണ് റബ്ബർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഉത്തരം NH66. NH66 ആണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കേരളത്തിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിൽ? ഉത്തരം വയനാട് ജില്ലയിൽ. വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി സ്റ്റേഡിയം. പെരിയാറിൻ്റെ തീരത്തെ പക്ഷിസങ്കേതം ഏത്? ഉത്തരം തട്ടേക്കാട് പക്ഷിസങ്കേതം. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. കേരളത്തിൽ രണ്ടാമതായി നിലവിൽ വന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് കേരളത്തിൽ രണ്ടാമതായി നിലവിൽ വന്ന ദേശീയോദ്യാനം. 1988 ജൂലൈ മാസത്തിൽ പെരുമൺ തീവണ്ടി അപകടം നടന്നത് ഏത് കായലിലാണ്? ഉത്തരം അഷ്ടമുടി കായലിൽ. അഷ്ടമുടി കായലിലാണ് 1988 ജൂലൈ മാസത്തിൽ പെരുമൺ തീവണ്ടി അപകടം നടന്നത്. ജമ്മു കശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ നീളം എത്ര? ഉത്തരം 2400 കിലോമീറ്റർ. 2400 കിലോമീറ്ററാണ് ജമ്മു കശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ നീളം. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് ഏത്? ഉത്തരം എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ്. ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടതാര്? ഉത്തരം ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചത് എവിടെ? ഉത്തരം മീററ്റിൽ. മീററ്റിലാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ ആരംഭിച്ചതാര്? ഉത്തരം പണ്ഡിത രമാബായി. പണ്ഡിത രമാബായിയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഈ ആര്യ മഹിളാ സഭ ആരംഭിച്ചത്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം BP മേനോൻ. BP മേനോനാണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന കൃതിയുടെ രചയിതാവ്. 1956 എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ വന്നത്? ഉത്തരം 6. 1956 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ വന്നത്. ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് ഏതു രാജ്യത്തു നിന്നാണ്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. 1938 രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിതയാര്? ഉത്തരം അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് 1938 രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിത. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ നിലപാടായിരുന്നു? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ നിലപാടാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ നേടി? ഉത്തരം 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ 6 മെഡലുകളാണ് നേടിയത്.